അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത് ഹിജാസി എജു ആപ്പിനകത്താണ്. ഇതേ സംഭവം തന്നെ നമുക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആലും കിട്ടും. ആപ്പാവുമ്പോൾ കുറച്ച് എളുപ്പവുമാണ്, കുറച്ച് സംവിധാനങ്ങൾ കൂടുതലുണ്ടാവും എന്ന് മാത്രം. നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു ലോഗിൻ. അങ്ങനെ ഇവിടെ ഒരു ലോഗിൻ കൊടുക്കുന്നു. ഒരു ടീച്ചറുടെ ലോഗിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ടീച്ചറായിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ രജിസ്റ്റർ, അവിടെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊടുക്കുക. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ടീച്ചർ എന്നുള്ളൊരു റോള് തിരഞ്ഞെടുക്കുക. ടീച്ചർ എന്നുള്ള റോള് അങ്ങനെ തിരഞ്ഞെടുക്കുക. ഇനി ഇവിടെ ഫുൾ നെയിം, മുഴുവൻ പേര് കൊടുക്കുക. പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്താണ് സെലക്ട് ചെയ്താൽ മതി. ഇങ്ങനെ വന്നിട്ട് സെലക്ട് ചെയ്യാനുള്ള സംവിധാനമാണ്. ഇവിടെ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ഇമെയിൽ ഓഫ് റിലേറ്റീവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമ്മളെ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് അഥവാ ഇല്ല. അപ്പോൾ നമ്മൾ തൽക്കാലം എന്തെങ്കിലും ഒരു ടെസ്റ്റ് ഇമെയിൽ അഡ്രസ്സ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇമെയിൽ ഓഫ് റിലേറ്റീവ് എന്നുള്ളിടത്ത് യഥാർത്ഥ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൻ്റെ ആരുടെയും പറ്റുന്ന നല്ല ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് ഇല്ലാത്തവർക്ക് മാത്രമുള്ളൊരു സംവിധാനമാണ് ഇത്. അതിപ്പോൾ ഇല്ലാത്തവരാരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരവരുടെ ഇമെയിൽ അഡ്രസ്സ് അത് അവരുടേതായിട്ട് ജെന്യുവൻ ആയിട്ട് തന്നെ കൊടുക്കുകയാണ് നല്ലത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ ഇവിടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുക. പിന്നെ ഇവിടെ പാസ്വേഡ് തിരഞ്ഞെടുക്കുക. പാസ്വേഡ് കൊടുക്കുക. നമ്മൾ പാസ്വേഡ് നമുക്ക് അടിച്ചുമ്പോൾ അത് പുള്ളി ആവാതെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ നോക്കി കൊടുത്താൽ മതി, അങ്ങനെ കാണാൻ പറ്റും. പാസ്വേഡ് ഒന്നും കൂടി കൊടുക്കണം, അതേ പാസ്വേഡ് തന്നെ കൊടുക്കുക. അപ്പോൾ അത് തെറ്റാതിരിക്കാനുള്ള പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ പാസ്വേഡ് കാണുന്ന കോലത്തിലാക്കിയിട്ട് ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഇട്ടാൽ മതിയാവും. അപ്പം നമുക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓപ്ഷനിലാണ്. ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ഇതായി മാറും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ടീച്ചറായി മാറേണ്ടത്. ഇവിടെ നമ്മൾ അവസാനമായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ഒരു ക്ലിക്ക് ചെയ്യാണ്ട് കണ്ടില്ലേ, ഐ അഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇതിപ്പം നമ്മൾ ഈ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്താൽ ഇവിടെ ഇത് കാണിക്കും. ഇതിപ്പോൾ ഇവിടെ കാണിക്കാത്ത, ഇത് രജിസ്റ്റർ ആകാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ നെയിം പേര് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് രജിസ്റ്റർ ആവാത്തത്. അതിന് വെറുതെ ഒന്നിനെ രജിസ്റ്റർ ചെയ്യിപ്പിക്കണ്ടല്ലോ വിചാരിച്ചുകൊണ്ട് ഞാൻ കൊടുക്കാതെ. ഇപ്പോൾ എങ്ങനെയാണ് ഒരു ടീച്ചറായി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോയിലൂടെ കണ്ടല്ലോ. ശരി, അസ്സലാമു അലൈക്കും.